ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കോണ്ടൂർ ഇൻറ്റഗ്രൽസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോംപ്ലക്സ് വേരിയബിളിലെ കുറേ ഫങ്ഷൻസിൻ്റെ കുറേ പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞു, അതിൻ്റെ കുറേ എക്സാമ്പിൾസൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റഗ്രൽസ് ഓഫ് കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ. അതിനെ വിളിക്കുന്ന പേരാണിത് കോണ്ടൂർ ഇൻറ്റഗ്രൽസ്. അതായത് കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിളിൻ്റെ ഇൻറ്റഗ്രേഷൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇവാലുവേഷൻ ഓഫ് ദിസ് 2-3 മെത്തേഡ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കോണ്ടൂർ ഇൻറ്റഗ്രൽസ്. ഇൻ കോംപ്ലക്സ് വേരിയബിൾസ് എ പീസ്വൈസ് സ്മൂത്ത് കർവ് സി ഈസ് കോൾഡ് എ കോണ്ടൂർ ഓർ എ പാത്ത്. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് വേരിയബിളിൽ ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ് സി നമ്മൾ വിളിക്കുന്ന പേരാണിത് കോണ്ടൂർ അല്ലെങ്കിൽ ഒരു പാത്ത് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ ലൈനിൽ പാത്ത് ഇൻറ്റഗ്രൽ പറഞ്ഞ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ലൈൻ ഇൻറ്റഗ്രൽ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് കോണ്ടൂർ ഇൻറ്റഗ്രൽ വരിക. The integrals of a complex valued function f of complex variable z is defined in terms of the values f of z along a given contour c extending from a point z equal to z1 to a point z equal to z2 in complex plane. അപ്പോൾ നമ്മളത് കോണ്ടൂർ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു കർവ് നമ്മൾ ചൂസ് ചെയ്യുക. അവിടെ അതിൻ്റെ വേരിയേഷൻ z equal to z1 to z equal to z2 ആണെങ്കിൽ ആ റെപ്രസെൻറ്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണിത് കോണ്ടൂർ ഇൻറ്റഗ്രൽ എന്ന് പറയാം. ഓക്കെ, ദെൻ എ കർവ് ഇൻറ്റഗ്രൽ യൂഷ്വലി കാൾഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓർ കോണ്ടൂർ ഇൻറ്റഗ്രൽ. ഓക്കെ, ഒരു കർവ് ഇൻറ്റഗ്രൽ നമ്മൾ എന്ത് വിളിക്കുക, ലൈൻ ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇൻറ്റഗ്രൽ വിളിക്കുക. ഇവിടെ കോംപ്ലക്സ് പ്ലെയിൻ. ഇറ്റ്സ് വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോണ്ടൂർ സി ആസ് വെൽ ആസ് ദി ഫംഗ്ഷൻ എഫ് ആൻഡ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെറ്റ് ഓർ ഇൻറ്റഗ്രൽ ഓവർ z1 to z2 എഫ് ഓഫ് സെഡ് ഡി സെറ്റ്. ഓക്കെ, അപ്പോൾ കോണ്ടൂർ ഇൻറ്റഗ്രലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ 2 types ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് നമുക്ക് കോണ്ടൂർ ഇൻറ്റഗ്രൽസിന്. ഓക്കെ, ദെൻ ഇൻറ്റഗ്രൽസ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ ഈസ് ഡിഫൈൻഡ് ഇൻ എ മാനർ സിമിലർ ടു ദാറ്റ് ഓഫ് ലൈൻ ഇൻറ്റഗ്രൽ ഇൻ ദി പ്ലെയിൻ. അപ്പോൾ ലൈൻ പ്ലെയിനിലുള്ള ലൈൻ ഇൻറ്റഗ്രലിൻ്റെ അതേ മാനറിൽ തന്നെയാണ് എന്ത് കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ കോണ്ടൂർ ഇൻറ്റഗ്രലിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ഇൻ അതർ വേർഡ്സ്, വി ഷാൽ ബി dealing with an integral of complex function f of z that is defined along a curve c in the complex plane. Those curves are defined in terms of parametric equation, that is x is equal to x of t, y equal to y of t, where t varies in between a to b, but t is a real parameter. By using x of t and y of t as real and imaginary part, then we can also describe the curve. ആ curve നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, z of t equal to x of t plus i y of t എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. t ആണ് വേരിയബിൾ, a less than or equal to t less than or equal to b എന്ന് കൊടുക്കാൻ പറ്റും. നമ്മൾക്ക് കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ടി വാല്യൂസ് ഇൻ ബിറ്റ്വീൻ 0 to 2π. ഇതെന്താണ്, ഒരു യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ ആയിട്ട് വരുന്ന യൂണിറ്റ് സർക്കിളിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ. ദെൻ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, z of t equal to cos t plus i sin t, ഓർ നമുക്ക് അതിന് എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഈവൻ മോർ കമ്പാക്റ്റ്ലി ബൈ z of t equal to e raised to it എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. നമുക്കറിയാവുന്നതാണ്, ഏതൊരു ഫംഗ്ഷനും r e raised to it ആയിട്ട് നമുക്ക് it ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു കോംപ്ലക്സ് നമ്പറിനെ. സോ ഇവിടെ x is equal to cos t, y equal to sin t, r equal to നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ദെൻ z of t equal to എന്തായിട്ട് മാറും, e raised to it, where t varies in between 0 to 2π. Okay, then we shall assume that the positive direction on c corresponding to increasing value of t. ടിയുടെ വാല്യൂ പോസിറ്റീവ് ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടി ഇൻക്രീസിങ് വാല്യൂ ആയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെറ്റ്, ആ കേർവിൽ ആ സിയറിൻ്റെ കേർവിൽ എഫ് ഓഫ് സെറ്റ് ഇൻറ്റഗ്രൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഓർ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ്. ഇഫ് ദ കോണ്ടൂർ സി ഈസ് ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓവർ സി ആയിട്ട് എടുക്കും. It is referred to as a contour integral or simply as a complex integral. അപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിലുള്ള ലൈൻ ഇൻറ്റഗ്രൽ വിളിക്കുന്നവരാണ് ഇത് കോണ്ടൂർ ഇൻറ്റഗ്രൽ എന്ന് വിളിക്കുക. സോ നമ്മൾ കോണ്ടൂർ ഇൻറ്റഗ്രൽ എന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് എഫ് ബി ഡിഫൈൻഡ് അറ്റ് പോയിന്റ്സ് ഓഫ് എ സ്മൂത്ത് കർവ് സി ഡിഫൈൻഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ദെൻ ദി കോണ്ടൂർ ഇൻറ്റഗ്രൽ ഓഫ് എഫ് അലോങ് ദ കർവ് സി ഈസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, ലിമിറ്റ് നോൺ പി ടെൻഡിങ് ടു 0 summation k equal to 1 to n f of zk star delta zk. നമ്മൾ റീമാൻ സം എടുക്കുന്ന അതേപോലെ ലൈൻ ഇൻറ്റഗ്രൽ എടുത്ത് അതേപോലെ തന്നെയാണ് കോണ്ടൂർ ഇൻറ്റഗ്രൽ വരിക. നമുക്ക് വേറെ രീതിക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
suppose the equation z equal to z of t where a less than or equal to t less than or equal to b represent a contour c extending from the point z1 equal to z of a to z2 equal to z of b. രണ്ടും എന്നാണ് പോയിന്റ്സുകളാണ്. Let the function f of z is a piecewise continuous on the curve c, that is the function f of z of t is piecewise continuous on the interval a less than or equal to t less than or equal to b. ഇത് നമുക്ക് കോണ്ടൂർ ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എഫ് അലോങ് ദി കർവ് സി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി വരും. അപ്പോൾ സെഡ് ഡാഷ് ഓഫ് ടി എന്താണ് നമ്മുടെ സെഡിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേഷൻ എടുക്കാൻ, ദാറ്റ് ഈസ് ഡി സെഡ് ബൈ ഡി ടി വരും. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ കോണ്ടൂർ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും? അതിൽ കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ഇവാലുവേഷൻ മെത്തേഡാണ് ലൈൻ ഇൻറ്റഗ്രൽ ബൈ യൂസ് ഓഫ് പാത്ത്. ഓക്കെ, പാത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ലൈൻ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അത് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഫൈൻഡ് ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ് വേർ സി ഈസ് ദ ലൈൻ സെഗ്മെന്റ് ഫ്രം സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 2 പ്ലസ് ഐ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടുത്തെ കോണ്ടൂർ കർവ് എന്താണ്? കർവ് ലൈൻ സെഗ്മെന്റ് ആണ്. ആ ലൈൻ സെഗ്മെന്റ് സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 2 പ്ലസ് ഐ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ segment C, we first find the equation of the line passing through z equal to 0 എന്ന പോയിന്റ് ഏതാണ്? 0 0. z equal to 2 plus i എന്ന പോയിന്റ് ഏതാണ്? 2 1 വരും. ഓക്കെ, ദാറ്റ് കറസ്പോണ്ടിങ് z equal to 2 plus i കറസ്പോണ്ടിങ് ആയി 2 1 z equal to 0 കറസ്പോണ്ടിങ് ആയിട്ട് 0 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് y. നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? സോ y മൈനസ് 0 ബൈ 1 മൈനസ് 0 ഈക്വൽ ടു എക്സ് മൈനസ് 0 ബൈ 2 മൈനസ് 0. ദാറ്റ്സ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2y എന്ന് കിട്ടും. സോ നമ്മളിവിടെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എടുക്കുകയാണെങ്കിൽ y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്, കാരണം എക്സ് ഇസ് ഈക്വൽ ടു 2y ആണ്. സോ y ഈക്വൽ ടു വരും എക്സ് ബൈ 2 വരും. സോ ഹിയർ ദ കർവ് സി ഇൻ ദ ലൈൻ സെഗ്മെന്റ് ഗിവൺ ബൈ ദി പാരാമെട്രിക് ഇക്വേഷൻ z ഈക്വൽ ടു 2y പ്ലസ് ഐ വൈ. നമുക്കറിയാവുന്നതാണ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആയിരുന്നു. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2y ആയതുകൊണ്ട് നമ്മൾ 2y പ്ലസ് ഐ വൈ എന്ന് എടുത്തു. നമ്മുടെ പാരാമീറ്റർ ആയിട്ട് y ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടി എടുക്കുന്നതിന് പകരം y എടുത്തു. Where y varies between 0 to 1 is a parametric equation in the parameter y. So z dash എന്ത് വരും? z dash of y ആണ്. That is dz by dy equal to ഇത് നമ്മൾ with respect to y differentiate ചെയ്യുക. Then we get 2 plus i. That is dz equal to 2 plus i into dy വരും. Then along the curve c z equal to 2y plus iy gives z square equal to എന്തായിട്ട് മാറും? 2y plus iy square എന്ത് വരും? a plus b whole square വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടും 3y square plus i into 4y square വരും. Hence the contour integral or line integral is given by, നമ്മളിവിടെ നോട്ട് ചെയ്യണം 0-ൻ്റെയും 1-ൻ്റെ ഇടക്കാണ് y വേരി ചെയ്യുന്നത്. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഇസ് എന്ത് വരും? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് y z ഡാഷ് ഓഫ് y ഇൻറ്റു ഡി ആണ്. ഇവിടെ എയും ബിയും എന്താണ്? 0 to 1 ആണ് വേരിയേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ് എന്തായിട്ട് മാറും? ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് 2y പ്ലസ് ഐ വൈ ദി സ്ക്വയർ ഇൻറ്റു z ഡാഷ് ഓഫ് 2y പ്ലസ് ഐ വൈ ഡി വൈ വരും. ദാറ്റ്സ് ഈക്വൽ എന്ത് വരും? ഇൻറ്റഗ്രൽ 0 to 1 3y square plus i into 4y square into 2 plus i into dy. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, രണ്ടും പ്രൊഡക്റ്റ് എടുക്കുക. ദെൻ വി ഗെറ്റ് 3 പ്ലസ് 4i പ്ലസ് 2 പ്ലസ് ഐ ആണ്. എന്താണ്? രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. y സ്ക്വയർ ഡിവൈൻ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു y സ്ക്വയർ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ y ക്യൂബ് ബൈ 3 ആണ്. ഓക്കെ, ഇവിടെ കറക്റ്റ് ചെയ്യുക. y ക്യൂബ് ബൈ 3 വരും. അതിന് 1 0 എടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് 1 ആയിട്ട് മാറും. ദെൻ ഇത് രണ്ടും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ് എന്തായിട്ട് മാറും? 2/3 പ്ലസ് ഐ ഇൻറ്റു 11/3 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേഷൻ ക്ലിയർ ആയിട്ട് നോക്കുക. അവിടെ അതിൻ്റെ വേരിയേഷൻ മാത്രം, ആ കേർവിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് മാത്രം കണ്ടുപിടിച്ചാൽ മതി പാരാമീറ്റർ. ഓക്കെ, ദെൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് വേർ സി ഇസ് ദ അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 1 ഫ്രം സെഡ് ഈക്വൽ ടു -1 ടു സെഡ് ഈക്വൽ ടു 1. നമ്മൾക്ക് എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് ബാർ ഡി സെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എടുക്കുന്ന കേർവ്, കോണ്ടൂർ കേർവ് എന്താണ്? യൂണിറ്റ് സർക്കിളിന് അപ്പർ ഹാഫ് മാത്രം, മോഡ് സെഡ് ഈക്വൽ ടു 1ൻ്റെ അപ്പർ ഹാഫ് മാത്രം മതി. അവിടെ സെഡ് -1 to 1 വരെ ചെയ്യുന്ന ആ പോർഷൻ നമുക്ക് മതി. ഓക്കെ, ഹിയർ ദ കർവ് സി ഇസ് ദ അപ്പർ ഹാഫ് ഓഫ് ദി യൂണിറ്റ് സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 1 ഫ്രം സെഡ് ഈക്വൽ ടു -1 ടു സെഡ് ഈക്വൽ ടു 1. ദെൻ സെഡ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? e റേസ് ടു മൈനസ് ഐ തീറ്റ കിട്ടും. വേർ തീറ്റ വാരീസ് ബിറ്റ്വീൻ -π to 0. ഹെൻസ് ഓൺ ദി കർവ് സി സെഡ് ഈക്വൽ ടു e റേസ് ടു മൈനസ് ഐ തീറ്റ ആണെങ്കിൽ സെഡ് ബാർ എന്തായിട്ട് മാറും? അതിൻ്റെ കോൺജുഗേറ്റ് e റേസ് ടു ഐ തീറ്റ വരും. ആൻഡ് ഡി സെഡ് ഈക്വൽ ടു എന്ത് വരും? -i into e raised to minus i theta into d theta. Therefore integral over c z bar dz എന്ത് വരും? നേരെ അപ്ലൈ ചെയ്യുക. ഇൻറ്റഗ്രൽ -π to 0 f of z bar into z dash of theta into d theta. f of z bar എന്താണ്? e raised to minus i theta ആണ്. z dash of theta d theta എന്നാൽ -i e raised to minus i theta ആണ്.
സോ വി ഗെറ്റ് ഇൻറ്റഗ്രൽ 0 മൈനസ് പൈ ടു 0 ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഐ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡി തീറ്റ. മൈനസ് ഐ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്തെങ്കിലും ഇ റേസ് ടു 0 ആയിട്ട് മാറും. ഇ റേസ് ടു 0 1 ആണ്. സോ ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു 0 1 ഡി തീറ്റ എന്ത് വരും തീറ്റ വരും. ദാറ്റ് ഈസ് പൈ ടു മൈനസ് പൈ ടു 0 വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും മൈനസ് പൈ ഐ ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നിങ്ങളൊരു വർക്കായിട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് ഇൻറ്റു ഡി സെഡ് where C is the first quadrant of the circle mod z equal to 1 from z equal to I to z equal to 1. ഓക്കെ, ഇപ്പോൾ എടുത്തതിൽ നമ്മൾ അപ്പർ ഹാഫ് എടുത്തതിന് പകരം ഇവിടെ എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്ത് അടുത്ത സെഡിൻ്റെ ലിമിറ്റ് z equal to I to z equal to 1 ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് മൈനസ് എ വേർ സി ഇസ് ദ സർക്കിൾ മോഡ് സെഡ് മൈനസ് എ ഈക്വൽ ടു ആർ ഓറിയൻറ്റഡ് ഇൻ ദി പോസിറ്റീവ് ഡിറക്ഷൻ. ഓക്കെ, then the parametric equation of the circle നമുക്ക് എന്താണ് മോഡ് z മൈനസ് എ ഈക്വൽ ടു ആർ ആണ്. then z ഈക്വൽ ടു എന്തായിട്ട് മാറും എ പ്ലസ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ വരും. വേർ തീറ്റ വാരീസ് ഇൻ ബിറ്റ്വീൻ 0 to 2π. then dz എന്ത് വരും ആർ ഇൻറ്റു ഐ ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഡി തീറ്റ. then z മൈനസ് എ ഈക്വൽ ടു എന്ത് വരും ആർ ഇ റേസ് ടു ഐ തീറ്റ വരും. therefore integral over c dz by z minus a equal to എന്ത് വരും integral 0 to 2π r e raised to i theta by r e raised to i theta. r e raised to i theta common ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. then we get i into integral 0 to 2π d theta. ഇൻ്റഗ്രേഷൻ വരും തീറ്റ വരും. വെറും 2π to 0 എടുക്കുമ്പോൾ വാല്യൂ എടുക്കുമ്പോൾ വി ഗെറ്റ് 2π i വാല്യൂ കിട്ടും. ഓക്കെ, ഇത് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് മൈനസ് എ ഓൾ റേസ് ടു എൻ ഡി സെഡ് ഈക്വൽ ടു 2π i ആണ്. എപ്പം n ഈക്വൽ ടു -1 ആകുമ്പോൾ n നോട്ട് ഈക്വൽ ടു -1 ആകുന്ന കേസിലൊക്കെ എന്താണ് 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. കേർവ് സി ആണ് എന്താണ് ഈസ് എ സർക്കിൾ മോഡ് സെഡ് മൈനസ് എ ഈക്വൽ ടു ആർ ഓറിയൻറ്റഡ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, in the case when n equal to -1 is already done in the previous problem. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത ക്വസ്റ്റൻ ആണ്. n equal to -1 ആവുന്ന ക്വസ്റ്റൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തു അല്ലേ 1/z minus a. ഓക്കെ, z equal to -1 ആവുന്ന കേസ് ഇത് നമുക്ക് z equal to 1 2 അങ്ങനെ മുകളിലേക്കുള്ള സംഭവം നമ്മൾ ചെക്ക് ചെയ്യണം. The parametric equation of the circle mod z minus a equal to r is z equal to a plus r into e raised to i theta. Then theta varies in between 0 to 2π. Then dz equal to r into i e raised to i theta d theta and z minus a എന്തായിട്ട് മാറും r into e raised to i theta വരും. Therefore closed integral over c z minus a all raised to n dz എന്തായിട്ട് മാറും integral 0 to 2π r raised to n into e raised to i n theta into r I e raised to i theta d theta വരും. So അത് സോൾവ് ചെയ്യുക. Then we get I into r raised to n plus 1 integral 0 to 2π e raised to i into n plus 1 all theta d theta വരും. സോ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ഇൻറ്റഗ്രേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n ഈക്വൽ ടു -1 ആകുമ്പോൾ ഇൻറ്റഗ്രേഷൻ എന്തായിട്ട് മാറും i ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π d theta വരും. n നോട്ട് ഈക്വൽ ടു -1 ആവുന്ന കേസിൽ എന്താണ് i ഇൻറ്റു r raised to n plus 1 e raised to i into n plus 1 all theta e raised to i into n plus 1 theta by i into n plus 1 from 0 to 2π നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ഇത് n ഈക്വൽ ടു -1 ലിമിറ്റ് എടുക്കുമ്പോൾ 2π i വരും. ആൻഡ് n നോട്ട് ഈക്വൽ ടു -1 കേസ് എന്താണ് അത് 0 ആയിട്ട് മാറും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ കാൽക്കുലേഷൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ.